വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു നിശ്ചിത താപനിലയിലുള്ള ഒരു വാതകത്തിൻ്റെ മർദ്ദം 10 atm ആണ്. ഇപ്പോഴത്തെ വ്യാപ്തം 50 ലിറ്ററാണ്. വ്യാപ്തം 80 ലിറ്ററായി വർദ്ധിപ്പിച്ചാൽ ഉള്ള മർദ്ദം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു നിശ്ചിത താപനില എന്ന് കേൾക്കുമ്പോഴേ അറിയാം, ബോയിൽസ് ലോ ആണ്. ബോയിൽസ് ലോയിലാണ് നിശ്ചിത താപനിലയുള്ള വാതക നിയമം എന്ന് പറയുന്നത്. ആ വാതകത്തിൻ്റെ മർദ്ദം 10 atm, പിന്നെ 50 ലിറ്ററായി, പിന്നെ വീണ്ടും അത് 80 ലിറ്ററായി വർദ്ധിപ്പിക്കുന്നു. ആ സമയത്തുള്ള മർദ്ദം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം തന്നിരിക്കുന്ന മർദ്ദം എന്താണ്? നമുക്ക് P1 ആയിട്ട് പരിഗണിക്കാം. P1 = 10 atm ഇട്ട് കൊടുക്കാം. ആ സമയത്ത് തന്നെയുള്ള വ്യാപ്തം ഒരു കാര്യം എടുക്കുമ്പോൾ ആ സമയത്ത് തന്നെയുള്ള വ്യാപ്തം എത്രയാണ്? 50 ലിറ്ററാണ്. ആ ലിറ്ററിന് വ്യാപ്തത്തിന് നമുക്ക് എന്ത് കൊടുക്കാം? V1 ആയിട്ട് കൊടുക്കാം. V1 = 50 ലിറ്റർ എന്ന് കൊടുക്കാം. എന്നിട്ട് വ്യാപ്തം പിന്നീടുള്ളത് വ്യാപ്തം 80 ലിറ്ററായി വർദ്ധിപ്പിക്കുമ്പോൾ പിന്നീടായി വരുന്നത്, അപ്പോൾ നമുക്ക് V2 ആയിട്ട് കൊടുക്കാം. V2 = 80 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ ആ സമയത്തെ മർദ്ദം, അതായത് P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. P2 നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കൊരു ഇക്വേഷനുണ്ട്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറുള്ള ബോയിൽസ് ലോയുടെ ഒരു ഇക്വേഷനാണ്. P1 V1 = P2 V2. ഇക്വേഷനും ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അത്രേ ഉള്ളൂ, എളുപ്പമുള്ള കാര്യമാണ് ഇതൊക്കെ. ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം മതി. P1 എന്താ? 10 ഇൻറ്റു V1 എന്താ? 50 ലിറ്റർ. 50 = എങ്ങനെ എഴുതാൻ പറ്റും? P2 എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. എക്സ് കൊടുക്കാം. V2 എന്ന് പറഞ്ഞാൽ 80 ലിറ്ററാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 80x = 50 × 10 500. x = 500/80. ആൻസർ കാൽക്കുലേറ്റർ വായിക്കുമ്പോൾ 6.25 പ്രഷറിൻ്റെ യൂണിറ്റ് atm ആണ്. 6.25 atm ആണ് ആ സമയത്തുള്ള മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇനി ഇതുപോലുള്ള ടിപ്സൊക്കെ വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.